അന്നോട് ഞാനത് 100 വട്ടം പറഞ്ഞോണ്ടാ എക്സാം വരുന്നത് 2 ലക്ഷം ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഞാൻ നെറ്റ്ഫ്ലിക്സും ഫോണിലും നോക്കിയിരിക്കാനേ നമുക്ക് സമയമുള്ളൂ. അല്ലെങ്കിൽ ഞാനിവിടെ പറയുന്നതിന് ആർക്കും വിലയില്ല. ഇനി അടുത്ത പരീക്ഷയ്ക്ക് നീ ഇങ്ങനെ തന്നെയാണ് അവസ്ഥ എന്നെങ്കിൽ ഇനി നീ വീട്ടിൽ തന്നെ ഇരുന്നോണ്ടി, സ്കൂളിലൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ല. ഒരു എക്സാമിൻ്റെ ആൻസർ ഷീറ്റ് കിട്ടുന്ന ദിവസം മിക്ക വീടുകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. നമ്മളുടെ കയ്യിൽ നിന്ന് പോയിട്ട് ഇതുപോലെ കുറേ ചീത്ത പറഞ്ഞിട്ട് യാതൊരു വിധ കാര്യവുമില്ല. നമ്മളുടെ ഫ്രസ്ട്രേഷൻ കുറേ തീർക്കാനല്ലാതെ കുട്ടികളും നമ്മളെ റിലേഷൻഷിപ്പ് മോശവും, അതിനിട്ട് ഒരു മാറ്റം വരാനും പോകുന്നില്ല. ഇനി ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമുക്കിപ്പം വേണ്ടത് നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ മക്കൾക്ക് ഇപ്പം പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മാത്രം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്നാണെങ്കിൽ അവിടെ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ഏതൊരു സബ്ജക്റ്റോ ഏതൊരു ക്ലാസ്സോ ആയിക്കോട്ടെ, നിങ്ങളുടെ മക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ക്ലാസ് കൊടുക്കുന്നതാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ്. ഇതിലൂടെ ഓരോ കുട്ടിയുടെയും മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും. അതുപോലെ തന്നെ വെൽ ഡിസിപ്ലിൻ ആയിട്ടുള്ള നല്ലൊരു ലേണിംഗ് ഹാബിറ്റ് നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും.